കുഴപ്പമില്ല ഗൈസ്, നമ്മളിതാ പാറയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. അപ്പം നെക്സ്റ്റ് റൈഡ് ഇങ്ങോട്ടേക്കൊന്ന് പ്ലാൻ ചെയ്തോളൂ. നല്ല കിഡ്ലൻ സ്പോട്ടാണ്. വെറും അപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ കോറമംഗല BTM ഭാഗത്തു നിന്നാണ് വരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് അറൗണ്ട് ഒരു ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മളെ കർണാടകയിലെ രാമനഗര ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ഗ്രാമത്തിലാണ്. അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മളുടെ ഒരു തിമ്മപ്പന ഹിൽസ് എന്ന് പറയുന്ന ഒരു ഹില്ലുണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ മൾട്ടി സ്റ്റാർഡിയം കൊണ്ട് ഒരു റൈഡ് പോകാനാണ്. അപ്പോൾ ഈ ഒരു തിമ്മപ്പന ബെട്ട എന്ന് പറഞ്ഞാൽ ഹിൽസ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. പൊതുവെ അല്ല, ഇവിടെ ബെട്ട എന്ന് പറഞ്ഞാൽ ഹിൽസ് എന്നാണ്. ഈ ഹില്ലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ വണ്ടിയും കൊണ്ട് കുന്നിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയിട്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത് അടിപൊളിയായിട്ട് കാഴ്ചകളൊക്കെ കണ്ടിരിക്കാം. അതുമാത്രമല്ല, പണ്ടൊരു ഷോലെ എന്ന് പറഞ്ഞൊരു പടം ഉണ്ടല്ലോ, ഫിലിം, ഒരു ഹിന്ദി ഫിലിം. അപ്പോൾ അതൊക്കെ ഇവിടെ നിന്നാണ് പണ്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മളുടെ റൈഡ് പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. ഫുള്ളാക്കിയേ ചാക്ക്. അപ്പം പെട്രോൾ അടി കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് പെട്രോൾ അടിച്ചിട്ട് ഇവിടുന്ന് പോകാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ എന്താണെന്നറിയോ, നമ്മളെ തടിയെ ബാധിക്കും. പെട്രോൾ പമ്പ് അന്വേഷിച്ച് നടക്കേണ്ടി വരും പിന്നെ. സോ ആ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഈ തിമ്മപ്പന ഹിൽസിലോട്ട് ഏകദേശം ബാംഗ്ലൂരിൽ നിന്ന്, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന BTMലാണ്, അവിടുന്ന് അറൗണ്ട് ഒരു 70 കിലോമീറ്റേഴ്സ് ദൂരം വരുന്നുണ്ട്. ഒരു 1.5 മണിക്കൂറൊക്കെ മാക്സിമം ഡിസ്റ്റൻസും ടൈമൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഹില്ലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫുള്ളൊരു പാറക്കുന്നാണ്. അതിൻ്റെ മുകളിൽ പ്രത്യേകിച്ച് മരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ബൈക്കും കൊണ്ട് എടുത്തിട്ട് പോകാൻ പറ്റും. പിന്നെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, പഴയൊരു ഫിലിം ഉണ്ടല്ലോ ഷോലയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു ലൊക്കേഷൻ കൂടെയാണത്. ഞാനിന്നിപ്പോൾ പോകുന്നത് ഒരു വീക്ക് ഡേയ്സിലാണ്. അധികം തിരക്കൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് നമ്മുടെ മൈസൂർ എക്സ്പ്രസ് ഹൈവേ ആണത്. ആക്ച്വലി ഈ ഒരു ലൊക്കേഷൻ വരുന്നതും രാമനഗര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്, ഒരു ഡിസ്ട്രിക്റ്റിലുള്ളൊരു സ്ഥലത്താണ് ഇത് വരുന്നത്. അപ്പോൾ മൈസൂർ റോഡിലാണ് ഈ ഒരു സ്ഥലം കിടക്കുന്നത്. അത്യാവശ്യം നല്ല മഴക്കാറുണ്ട്, ഫുള്ള് മൂടിക്കെട്ടിയിരിക്കുന്നുണ്ട്. മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. പെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പ്ലാനുകളെല്ലാം പാളും. ഏതായാലും പോയി നോക്കാം, എന്താവെന്ന് അറിയില്ല. ഇവിടുന്ന് എങ്ങോട്ടേക്കാണ് ഇനി പോകേണ്ടത്? ഇത് നേരെ പോവുകയാണെങ്കിൽ 2 റൂട്ട് നമുക്ക് മൈസൂർ പോവുകയാണെങ്കിൽ 2ലും കയറി പോകാം. ഈ വലത്തെ സൈഡിൽ കാണുന്ന റോഡാണെങ്കിൽ നമുക്ക് കുറേ അങ്ങ് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ ലെഫ്റ്റ് എടുത്തിട്ട് ഈ റോഡിലോട്ട് തന്നെ കയറേണ്ടതുണ്ട്. ഇതിപ്പോൾ രണ്ടും കൂടെ കാണിക്കുന്നുണ്ട്. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. നോക്കിയേക്കാം, ഇത് രണ്ടും കൂടെ കൂട്ടി മുട്ടുന്നുണ്ടോ അതോ നമ്മളെ പറ്റിക്കുകയാണോ എന്നുള്ളത്. അതെ, ഇത് രണ്ടും കൂട്ടി മുട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലെ പോകണം, ഇതിലെ പോവാം. ഈ റൈറ്റ് എടുത്തിട്ട് പോകാം, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ട്രാഫിക് കുറവായിരിക്കും. അതോ ഇനി നേരെ പോകണോ? അല്ല വേണ്ട, നേരെ പോവാം, അതായിരിക്കും. മറ്റേത് പിന്നെ അപ്പുറം കുറേ എത്തിക്കഴിഞ്ഞിട്ട് എനിക്കറിയാം റോഡ് ഇങ്ങോട്ട്
ലെഫ്റ്റ് എടുത്തിട്ട് പിന്നെ ഒരു പോക്കറ്റ് റോഡിലൂടെ കയറിയിട്ട് കുറേ ഇങ്ങോട്ട് പോരാനുണ്ട്. നമുക്ക് ഇതിലെ തന്നെ പോയോക്കാം. ഈ റൂട്ടിൽ തന്നെ പോവാം. കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ നേരത്തെ അവിടുന്ന് ഡീവിയേഷൻ എടുത്തില്ലേ, ലെഫ്റ്റ് എടുത്തിട്ടാണ് പോകുന്നത്. ഇതാണ് പഴയ മൈസൂർ റോഡ്. അവിടുന്ന് അങ്ങോട്ട് വലത്തോട്ട് പോകുന്നതാണ് എക്സ്പ്രസ് ഹൈവേ ഉള്ളത്. എക്സ്പ്രസ് ഹൈവേനോട് ചാരിയിട്ടാണ് മറ്റേ സർവീസ് റോഡ് പോകുന്നത്. പക്ഷെ ആ സർവീസ് റോഡ് കുറേ അങ്ങ് എത്തിക്കഴിഞ്ഞാൽ അത് എൻഡാവും. പിന്നെ ഈ റോഡിലോട്ട് തന്നെ അത് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പിന്നെ അതിലൂടെ പോകാതെ ഇരുന്നത്. അതിലൂടെ പോകാൻ നല്ല രസമാണ്. എക്സ്പ്രസ് ഹൈവേയുടെ കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ പോവാം, സ്പീഡിൽ പോവാം. പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് ഈ റോഡിലോട്ട് പിന്നെ എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഗള്ളി റോഡിലൂടെ ഒക്കെ പോരണം. ഞാൻ ഒരുപാട് പ്രാവശ്യം അങ്ങനെ പെട്ടിട്ടുണ്ട്. അപ്പോൾ അതായത് പിന്നെ ഇതിലൂടെ തന്നെ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് കുന്നിൻ്റെ മുകളിൽ ഫുഡൊന്നും കിട്ടത്തില്ല. പിന്നെ വേറൊരു കാര്യം, ഞാനിപ്പം ഏത് റൈഡ് പോവുകയാണെങ്കിലും, ഇപ്പോൾ ലോങ് റൈഡ് ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ ഫില്ല് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഫില്ല് ചെയ്ത് വെക്കും. ഇപ്പോൾ പെട്രോളാണെങ്കിലും ഫുഡാണെങ്കിലും രണ്ടായാലും ഫ്യൂവലാണല്ലോ. അപ്പോൾ അതല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളുടെ ആ ഒരു മൈൻഡ് സെറ്റ് മാറിപ്പോവും. നമ്മൾ ഫുഡ് കഴിക്കാതെ അല്ലെങ്കിൽ പെട്രോൾ അടിക്കാണ്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്രോൾ പമ്പ് എവിടെ അല്ലെങ്കിൽ ഹോട്ടൽ എവിടെയെന്നും പറഞ്ഞിങ്ങനെ അതിങ്ങനെ തപ്പിയെടുക്കും. നമുക്ക് ആ ഒരു റൈഡ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ റൈഡ് പോകുമ്പോൾ പരമാവധി ഫില്ല് ചെയ്യാനെല്ലാം ഫില്ല് ചെയ്തിട്ടാണ് പോവാറ്. അപ്പോൾ ഏതായാലും ലെറ്റ്സ് ഗോ. നമ്മളിപ്പോൾ അങ്ങനെ രാമനഗര എന്ന് പറയുന്ന ടൗണിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് വലത്തോട്ട് എടുത്തിട്ട് വേണം പോകാനായിട്ട്. പോയോക്കാം. ഇതിലാണെന്ന് തോന്നുന്നുണ്ട്. പോയി നോക്കാം. യെസ്, റൂട്ട് തന്നെയാണ്. ഗ്രാമീണ റോഡിലോട്ട് കയറിയിട്ടുണ്ട്. കയറിയപ്പോൾ തന്നെ റോഡ് ഈ ഒരു പരുവത്തിലാണ്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഈ വണ്ടി ആയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. മലയും കുന്നൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാ കാണുന്നു. ഇനി നമുക്ക് അറൗണ്ട് ഒരു 9 കിലോമീറ്ററും കൂടെ ഡിസ്റ്റൻസ് കാണിക്കുന്നുള്ളൂ. പോയി നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ അവിടുന്ന് കുറേ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, നല്ല ഗ്രീനിഷ് ആയിട്ടുള്ളൊരു ലൊക്കേഷൻ കണ്ടപ്പോൾ ഒന്ന് നിർത്തിയതാണ്. നല്ല കിടിലൻ സ്പോട്ടാണ്. പിന്നെ കുറേ നേരമായി വണ്ടി ഓടിക്കുന്നു നമ്മൾ. അധികമൊന്നുമില്ല, ചെറിയൊരു റൈഡാണ്. 70 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ എന്നാലും ഒന്ന് ബ്രേക്ക് എടുത്ത് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇനി ഇവിടുന്ന് കുറച്ചും കൂടെ ഉള്ളൂ. ഒരു 3 കിലോമീറ്ററാണ് കാണിക്കുന്നത്. നമ്മൾ ഏകദേശം ഇവിടെ എത്തിയിട്ടുമുണ്ട്. ഇനി നമുക്ക് ഇടത്തോട്ട്, യെസ് അങ്ങോട്ടായിരുന്നു, നമ്മൾ വഴി മാറിപ്പോയി. തിരിച്ചേക്കാം. സംസാരിച്ച് ഇന്ന് സമയം പോയതല്ല.
അതവിടെ ഇത് ജാമായതാട്ടോ. എൻ്റെ ഗ്ലൗ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ നമ്മൾ ഹാൻഡിൽ തിരിച്ചപ്പോൾ അവിടെ ജാമായി പോയതാ. സോ നമ്മൾ വീണ്ടും ഒരു ചെറിയൊരു റോഡിലോട്ട് കയറിയിരിക്കുകയാണ്. വൈസർ ഒന്ന് തുറന്നു വെച്ചേക്കാം, നല്ല തണുത്ത കാറ്റ് വീശുന്നു. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ ഒരു ആർച്ച് ഇതിൻ്റെ ഒരു എൻട്രി പോയിൻ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇതുപോലത്തെ ഒരുപാട് ആർച്ചുകൾ ഇതുപോലത്തെ സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നത് കർണാടകയിലെ ഒരു സ്പെഷ്യൽ തിങ് ആണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഞാൻ പല കുന്നിൻ്റെ മുകളിലൊക്കെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ അതിൻ്റെ ആ ഒരു എൻട്രി പോയിൻ്റ് വരുന്നിടത്ത് ഇതേപോലെ ഒരു ആർച്ചൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഇവിടെയും ഒരു ആർച്ച് കാണുന്നുണ്ട്. അതാണ് നമ്മളെ ട്വിൻ റോക്സ് മല, തിമ്മപ്പന റോക്ക് അല്ലെങ്കിൽ തിമ്മപ്പന ബെട്ട എന്ന് പറയും ഇവിടെ. അപ്പോൾ ഏതായാലും നല്ല അടിപൊളി കിടിലൻ സ്പോട്ടാണ് ഇപ്പോൾ വന്ന് എത്തിയിരിക്കുന്നത്. അപ്പം നല്ല കിളികളെ സൗണ്ടും നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലം കൂടെയാണ്. നല്ല ഭംഗിയുണ്ട് ഏതായാലും കാണാനായിട്ട്, നല്ല കിടിലൻ സ്പോട്ട്. അപ്പോൾ ഏതായാലും നമുക്ക് അകത്തോട്ട് പോയി നോക്കാം. അപ്പോൾ ഇതാ നമ്മൾ ആ ആർച്ചൊക്കെ കയറി അകത്തോട്ട് കയറിയിരിക്കുകയാണ് ഗൈസ്. ഒരു ചെറിയൊരു റോഡാണ്, എന്താ ഭംഗി കാണാനായിട്ട്. ആ പാറയുടെ ആ കുന്നിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ വണ്ടിയും കൊണ്ട് പോകാൻ പോകുന്നത്. എനിക്കറിയില്ല കേട്ടോ, നമുക്ക് പോയി നോക്കാം. ഇന്ന് ഓപ്പൺ ആണോ അല്ലോ എന്നുള്ളതൊന്നും അറിയില്ല. കാരണം ഇന്ന് ഞാനിപ്പോൾ ഈ പോകുന്ന ഒരു വ്യാഴാഴ്ചയാണ്. അതുകൊണ്ട് അങ്ങോട്ട് കയറ്റുമോ, അവിടെ എന്താണ് അവസ്ഥ ഒന്നും ഒരു ഐഡിയ ഇല്ല. ഞാൻ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടുമില്ല. ചെറിയൊരു കയറ്റം കേട്ടോ. യെസ്, നല്ല ഭംഗിയുണ്ട്, നല്ല കിടിലൻ സ്പോട്ടുമാണ്. ഓപ്പണാണ് തോന്നുന്നുണ്ട്, കാരണം ഗേറ്റൊക്കെ തുറന്നിട്ട് കിടക്കുന്നുണ്ട്. ഓ, ഇവിടെ ഫുള്ള് കോൺക്രീറ്റ് റോഡാട്ടോ. അതുകൊണ്ട് വലിയ സീനും ഇല്ല, അത്ര വലിയ ടാസ്ക് ഒന്നുമില്ല. നമുക്ക് സിമ്പിളായിട്ട് കയറി പോകുന്നുണ്ട്. ഇതെങ്ങോട്ടാണ് ഇനി പോകണ്ടേ? ഒരു രക്ഷയില്ല കേട്ടോ. ഞാനിവിടെ നിർത്തിയിട്ടൊന്ന് കാണിച്ചു തരാം. ഇവിടുത്തെ ഒരു രക്ഷയില്ല ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതാണ് ഇവിടുത്തെ ഒരു കാഴ്ചകൾ കേട്ടോ. താഴോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, വീടുകളൊക്കെ ചെറുതായിട്ട് കാണുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് ഈ മലയുടെ വേറൊരു വശമാണ്. നമ്മൾ കയറാൻ പോകുന്നത് അതിൻ്റെ മുകളിലോട്ടാണ്. കയറാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത്. ഇവിടെ ആരെയും കാണുന്നൊന്നുമില്ല. ഇവിടെ ഒരു ടെമ്പിളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആരെയും കാണുന്നില്ല, പോയി നോക്കാം. പക്ഷേ ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സിംഗിൾ സോളോ റൈഡൊക്കെ ആകുമ്പോൾ നമ്മൾ നോക്കിയും കണ്ട് ഓടിക്കണം. കാരണം ഇതുപോലത്തെ വണ്ടികളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ വീണ് പോയാൽ തീർന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് കണ്ടെടുത്തോളം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ലല്ലോ. ഇതിൻ്റെ ഈ പാറൻ്റെ മുകളിലോട്ട് ആക്റ്റീവയും എല്ലാം കൊണ്ട് കയറുന്ന ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അതെങ്ങനെ അങ്ങോട്ട് തന്നെയാണ് കയറേണ്ടതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് വണ്ടി തിരിച്ചിട്ട് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ പാറൻ്റെ മുകളിലൊക്കെ കയറുമ്പോൾ ആ ഒരു മൊമെൻറ്റം കീപ്പ് ചെയ്തില്ലെങ്കിൽ പണി പാലുവെള്ളത്തിൽ കിട്ടും. നമുക്ക് ഇതിലങ്ങ് കയറി വെക്കണോ? വേണ്ട, അത് ടാസ്ക്കാണ്. ആ മൊമെൻറ്റം വിട്ട് പോയാൽ തീർന്ന്. പിന്നെ വണ്ടി അവിടെ ഇട്ട് ഓടുക, അത് വേറെ നിവൃത്തി ഒന്നും ഉണ്ടാവില്ല. പോയി നോക്കാം. ഞങ്ങൾക്കിത് കാണുമ്പോൾ, ക്യാമറയിൽ കാണുമ്പോൾ വലിയ സീൻ ഉണ്ടാവില്ല. നമുക്ക് പോയി നോക്കാം. കൂളായിട്ട് കയറുന്നുണ്ട്. യെസ്,
ഓ ഇവിടെ ഒരു വലിയൊരു സാധനം കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ. ഒരമ്പുണ്ട്, അതാണ്. അല്ലെങ്കിൽ സീനൊന്നുമില്ല, കുഴപ്പമില്ല ഗൈസ്. നമ്മളിതാ പാറയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. അവിടെ ഏതോ ഒരു കപ്പിൾസ് വന്നിട്ടുണ്ടല്ലോ. മാരകം. നമുക്ക് അങ്ങ് അറ്റത്ത് പോയോക്കാം. ഇവിടെ നിർത്താം, അങ്ങോട്ട് പോയി പണി വാങ്ങിക്കണ്ട. എന്നാ ലുക്കാ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ അവിടെ. കിടിലൻ. നല്ല കാറ്റും വീശുന്നുണ്ട്, നല്ല തണുത്ത കാറ്റും. കാറ്റടിച്ച് അങ്ങോട്ട് പോവില്ലായിരിക്കും എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളുടെ ആ ഒരു സ്പോട്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഹെൽമെറ്റ് ഒന്ന് ഊരിക്കാട്ടെ. അപ്പോൾ ഗൈസ് ഇതാണ് ഇതിൻ്റെ ഒരു എൻഡ് പോയിൻ്റ്. നമ്മൾ അതാ കാണുന്നു. അവിടെ നമ്മൾ നേരത്തെ വരുമ്പം ഒരു ആർച്ച് കണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഞാനൊന്ന് സൂം ചെയ്യാൻ ശ്രമിക്കാം. അവിടെ അതാ കാണുന്നത്, അവിടെ നിന്നാണ് നമ്മളിങ്ങോട്ട് വന്നത്. ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ടിൻ റോക്സ് ഉണ്ട് ഇവിടെ ഫുള്ള്. ഇതിൻ്റെ ഒരു എൻഡ് പോയിൻ്റാണത്. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ പാറ പിന്നെ കൊക്കയാണ്. ഫുള്ളൊരു 360 ഡിഗ്രി വ്യൂ ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ, നല്ല കിടിലൻ സ്പോട്ടും. നമ്മൾ വണ്ടി ഇതാ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മളെ അഡ്വഞ്ചർ വണ്ടികളുള്ള കൂട്ടുകാരെ ഇങ്ങോട്ട് പോകുന്നോളൂ. നല്ല കിടിലൻ സ്പോട്ടാണ്. ഇടയിൽ നമ്മൾ വണ്ടി നിൽക്കുന്നുണ്ടല്ലേ, ഒറ്റ കൊമ്പൻ ആന എന്നൊക്കെ പറഞ്ഞ പോലെ നല്ല കിടിലൻ വൈബുള്ളൊരു സ്പോട്ടാണ്. ഇവിടെ ഞാനിപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു വീക്ക് ഡേയ്സിലാണ്. അതുകൊണ്ട് ആരുമില്ല. ആകെയുള്ള ഇവിടെ ഒരു കപ്പിളിനെ കാണാം. അവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. അതാ കിടക്കുന്നത്, കാണുന്നുണ്ടോ എന്തോ. അപ്പോൾ അവർ മാത്രമേ ഇവിടെ ഉള്ളൂ, ഞാനും അവരും, വേറെ ആരുമില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. കിടിലൻ ലൊക്കേഷനാണ്, നല്ല തണുത്ത കാറ്റ്. പ്രത്യേകിച്ച് വീക്ക് ഡേയ്സിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്കിവിടെ ഇരുന്ന് സംസാരിച്ച് ഉല്ലസിച്ച് സൊറക്കെ പറഞ്ഞ് പോകാൻ പറ്റിയൊരു സ്പോട്ടാണ്. അപ്പം നെക്സ്റ്റ് റൈഡ് ഇങ്ങോട്ടേക്കൊന്ന് പ്ലാൻ ചെയ്തോളൂ. നല്ല കിടിലൻ സ്പോട്ടാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ കോറമംഗലം BTM ഭാഗത്തു നിന്നാണ് വരുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് അറൗണ്ട് ഒരു 70 കിലോമീറ്റർ മാക്സിമം ഡിസ്റ്റൻസേ വരുന്നുള്ളൂ. അപ്പം 1.5 മണിക്കൂർ അതേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഗൈസ്, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കൂടുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം.